നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താരിഫ് യുദ്ധം മൂർച്ഛിക്കുന്നു. 2 ദിവസത്തിനകം വിമോചന ദിനത്തിൽ അമേരിക്ക എന്താണെന്ന് കാട്ടിത്തരാമെന്ന് വെല്ലുവിളിയുമായി ഡൊണാൾഡ് ട്രംപ്. മ്യാൻമാറിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 10,000 കവിഞ്ഞതായി അനൌദ്യോഗിക കണക്കുകൾ. മരണനിരക്ക് ഇനിയും ഉയരും. പ്രധാന വ്യാപാര പങ്കാളികൾക്ക് ഡൊണാൾഡ് ട്രംപ് വലിയ ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ പടിഞ്ഞാറൻ യൂറോപ്പിലെ ജനങ്ങൾ ഭൂരിഭാഗവും യുഎസിനെതിരെ പ്രതികാര താരിഫുകളെ പിന്തുണയ്ക്കുമെന്ന് സർവേ. തെക്കൻ ഗാസയിൽ ഒരു ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരനുൾപ്പെടെ 15 പാലസ്തീൻ പാരാമെഡിക്കലുകളെയും രക്ഷാപ്രവർത്തകരെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി കൂട്ടക്കുഴിമാടത്തിൽ അടക്കം ചെയ്തതായി UN റിപ്പോർട്ട്. രാജ്യാന്തര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട 17 പേരെ ഗ്വാണ്ടാനാബേയിലെ ഇമിഗ്രേഷൻ തടങ്കലിൽ നിന്ന് എൽ സാൽവഡോറിലേക്ക് നാടുകടത്തി US ഭരണകൂടം. US വിട്ട് മെക്സിക്കോയിലേക്ക് മാറുകയാണെന്ന് വെളിപ്പെടുത്തി US ഗായിക ബ്രിട്നി സ്പിയേഴ്സ്. സൗദി തലസ്ഥാനമായ റിയാദിലെ ഭൂമി വിലയിലും കെട്ടിട വാടകയിലും നിലനിൽക്കുന്ന വലിയ വില വർധനവിന് തടയിടാൻ പുതിയ നിയമ പരിഷ്കരണങ്ങളുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് മികച്ച തൊഴിൽ മേഖല കണ്ടെത്താനും ജോലി എളുപ്പത്തിൽ മാറ്റാനും സഹായിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിക്കാനൊരുങ്ങി ബഹ്റൈൻ സർക്കാർ. ത്രിഭാഷാ നയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇടുങ്ങിയ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആരോപണവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ബംഗളൂരുവിലെ നിരവധി ടോൾ പ്ലാസകളിൽ പരിഷ്കരിച്ച ടോൾ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ കേരളത്തിലെ MPമാരെ മതമൗലികവാദികളായി കണക്കാക്കുമെന്ന് ദീപിക മുഖപ്രസംഗം. ബില്ലിനെക്കുറിച്ച് CPIM-നും കോൺഗ്രസിനും ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ലെന്ന് മുഖപ്രസംഗം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തിനകം വിമോചന ദിന പ്രഖ്യാപനത്തിൽ അമേരിക്ക എന്താണെന്ന് കാട്ടിത്തരാമെന്ന് വെല്ലുവിളിച്ച് ഡൊണാൾഡ് ട്രംപ്. വിമോചന ദിന പ്രഖ്യാപനത്തിൽ പരസ്പര താരിഫുകളുടെ ഒരു ശ്രേണി പുറത്തിറക്കാൻ തയ്യാറെടുക്കുന്ന ട്രംപിന്റെ വാക്കുകൾ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എന്താണെന്ന് ചെയ്യുകയെന്ന് നിങ്ങൾ കാണാൻ പോകുന്നു. നാളെ രാത്രിയോ ബുധനാഴ്ചയോ ആകാമെന്നാണ്. ഈ നീക്കങ്ങൾ കാരണം ഒരു ആഗോള വ്യാപാര യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് വിമർശകരും ചൈന, കാനഡ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ പ്രധാന വ്യാപാര പങ്കാളികളിൽ നിന്ന് പ്രതികാരത്തിന് കാരണമാകുമെന്ന് ചില റിപ്പബ്ലിക്കൻ സെനറ്റുമാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിലെ ദൃശ്യങ്ങൾ വിവരണങ്ങൾക്കും അപ്പുറമാണെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ഔദ്യോഗികമായി ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2000 കവിഞ്ഞു. അനൌദ്യോഗികമായി മരണസംഖ്യ 10,000 കഴിയുമെന്ന് US ജിയോളജിക്കൽ സർവേ കണക്കാക്കുന്നു. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം മധ്യ മ്യാൻമാറിൽ പിടിച്ചുലച്ചു. ആയിരക്കണക്കിന് കെട്ടിടങ്ങളും പഗോഡകളും തകർന്നു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ മധ്യ മ്യാൻമാറിലെ സാഗങ്ങിലെ ഒരു സെമിത്തേരിയിൽ മൃതദേഹങ്ങൾ കുന്നുകൂടാൻ തുടങ്ങിയിരിക്കുന്നു. സാഗങ്ങിൽ നിന്നും മൃതദേഹങ്ങൾ ഇതുവരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മുതൽ മൃതദേഹങ്ങൾ ദുർഗന്ധം വമിക്കുന്നു. അത് വിവരണാതീതമാണെന്നും രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. പ്രധാന വ്യാപാര പങ്കാളികൾക്ക് ഡൊണാൾഡ് ട്രംപ് വലിയ ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ പടിഞ്ഞാറൻ യൂറോപ്പിലെ ജനങ്ങൾ ഭൂരിഭാഗവും യുഎസിനെതിരെ പ്രതികാര താരിഫുകളെ പിന്തുണയ്ക്കുമെന്ന് ഒരു സർവേ കാണിക്കുന്നു. ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, സ്വീഡൻ, UK എന്നിവിടങ്ങളിൽ നടത്തിയ ഒരു യൂഗോവ് സർവേയിലാണ് ഇത് കാണിക്കുന്നത്. ഡെൻമാർക്കിലെ 79% മുതൽ ഇറ്റലിയിലെ 56% വരെയുള്ള വലിയ ഭൂരിപക്ഷം പേരും US ഇറക്കുമതികൾക്ക് പ്രതികാര നികുതി ഏർപ്പെടുത്തുന്നതിനെ അനുകൂലിച്ചുവെന്ന് കണ്ടെത്തി. വിമോചന ദിനമായി ആചരിക്കുന്ന ബുധനാഴ്ച ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ നിരവധി താരിഫുകൾ US പ്രസിഡന്റ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിരവധി യൂറോപ്യൻ സ്ഥാപനങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ജർമ്മനിയിലെ കാർ നിർമ്മാതാക്കളും ഫ്രാൻസിലെ ആഡംബര ഉൽപ്പന്ന സ്ഥാപനങ്ങളും വൈൻ, ഷാമ്പെയിൻ, സ്പിരിറ്റ് നിർമ്മാതാക്കളും ഉൾപ്പെടെ വരുമാനത്തിന്റെ 20% വരെ യുഎസിലേക്കുള്ള കയറ്റുമതിയെ ആശ്രയിക്കുന്നു. തെക്കൻ ഗാസയിൽ ഒരു ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരുൾപ്പെടെ 15 പാലസ്തീൻ പാരാമെഡിക്കലുകളെയും രക്ഷാപ്രവർത്തകരെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി ഒരു കുഴിമാടത്തിൽ അടക്കം ചെയ്തതായി UN വെളിപ്പെടുത്തി. 8 ദിവസം മുമ്പാണ് ഇസ്രായേലിന്റെ ഈ ക്രൂരത അരങ്ങേറിയതെന്നും UN അധികൃതർ പറഞ്ഞു. UN മാനുഷികകാര്യ ഓഫീസ് വെളിപ്പെടുത്തലിന് പ്രകാരം പാലസ്തീൻ റെഡ് ക്രസന്റ് സിവിൽ ഡിഫൻസ് ജീവനക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് റാഫ നഗരത്തിൽ തെൽ അൽ സുൽത്താൻ ജില്ലയിൽ കനത്ത ഇസ്രായേലി വെടിവയ്പിൽ പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ട വിവരം കണ്ടെത്തുന്നത്. രാജ്യാന്തര സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട 17 പേരെ ഗ്വാണ്ടാനാബേയിലെ ഇമിഗ്രേഷൻ തടങ്കലിൽ നിന്ന് എൽ സാൽവഡോറിലേക്ക് US ഭരണകൂടം നാടുകടത്തി. ട്രംപ് ഭരണകൂടം അടുത്തിടെ വിദേശ ഭീകരരായി മുദ്രകുത്തിയ ട്രെന്റി തരാഗ്വ MS-13 സംഘങ്ങളിൽ നിന്നുള്ള കൊലപാതകങ്ങളും അക്രമികളും സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചു. ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച തന്റെ പുതിയ വ്യാപാര തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ UK കൂടുതൽ താരിഫുകൾ നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡൗണിംഗ് സ്ട്രീറ്റ് പറയുന്നു. ഒരു കരാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ കവിഞ്ഞ
കവിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല. US പ്രസിഡന്റിന്റെ വിമോചന ദിനത്തിന്റെ ഭാഗമായി എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായ ഒരു താരിഫ് UK ബാധകമാകുമെന്നാണ് ലേബർ സർക്കാരിന്റെ പ്രതീക്ഷ. അമേരിക്കയോ സഖ്യകക്ഷികളോ ആക്രമിച്ചാൽ ഇറാൻ ആണവായുധം സ്വന്തമാക്കേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇതിന് മറുപടിയായി ഇറാന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. തങ്ങൾ ആയുധങ്ങളിലേക്ക് നീങ്ങില്ല, പക്ഷേ ഇറാനിയൻ ആണവ വിഷയത്തിൽ US എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സ്വയം പ്രതിരോധിക്കേണ്ടതിനാൽ ഇറാനെ അതിലേക്ക് നീങ്ങാൻ നിർബന്ധിതമാക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയിട്ടുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ലാരിജാനി സ്റ്റേറ്റ് TVയോട് പറഞ്ഞു. പാപ്പരാസികളുടെ ശല്യം കടത്ത മൂലം US വിട്ട് മെക്സിക്കോയിലേക്ക് മാറുകയാണെന്ന് വെളിപ്പെടുത്തി US ഗായിക ബ്രിട്നി സ്പിയേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചു. അതിൽ പാപ്പരാസികൾ തന്നോട് പെരുമാറുന്ന രീതി തന്റെ വികാരങ്ങൾ വേദനിപ്പിക്കുന്നതെന്നും മാധ്യമങ്ങളും എപ്പോഴാണ് തന്നോട് അവിശ്വസനീയമാം വിധം ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെന്നും സ്പിയേഴ്സ് കൂട്ടിച്ചേർത്തു. അന്തരിച്ച നെറ്റ്ഫ്ലിക്സ് താരം കിങ്സേ റോണിനെ പ്രായപൂർത്തിയാക്കാത്തപ്പോൾ ഡേറ്റ് ചെയ്യുകയും ദമ്പതികളെപ്പോലെ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തുവെന്ന ആരോപണങ്ങൾ കൊറിയൻ നടൻ കിം സൂ ഹ്യൻ നിഷേധിച്ചു. ദക്ഷിണ കൊറിയയിലെ സിയോളിൽ തിങ്കളാഴ്ച നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ 24 വയസ്സുള്ളപ്പോൾ ആത്മഹത്യ ചെയ്ത സെയ്റോണിനെ 15 വയസ്സുള്ളപ്പോൾ താൻ ഡേറ്റ് ചെയ്തുവെന്ന ആരോപണത്തെ സൂ ഹ്യൻ തള്ളിക്കളഞ്ഞു. സെയ്റോൺ പ്രായപൂർത്തിയായപ്പോൾ 1 വർഷത്തോളം ഡേറ്റ് ചെയ്തിരുന്നുവെന്ന് സ്യൂഹൻ സമ്മതിച്ചെങ്കിലും പ്രായപൂർത്തിയാക്കാത്തപ്പോൾ നടിയുമായി ഒരിക്കലും ഡേറ്റ് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം നിഷേധിച്ചു. മിനസോട്ടയിലെ ബ്രൂക്ലിൻ പാർക്കിൽ നടന്ന വിമാനാപകടത്തിൽ US ബാങ്കിന്റെ വൈസ് ചെയർമാനും ചീഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസറുമായ ടെറി ഡോളൻ മരിച്ചതായി റിപ്പോർട്ട്. ഡോളന്റെ ചെറിയ വിമാനം മാർച്ച് 29-ന് ഉച്ചയ്ക്ക് ശേഷം ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വീട്ടിലെ താമസക്കാർക്ക് പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. വിമാനം അയോവയിലെ ഡെസ്മോയിൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് അനോക കൗണ്ടി ബ്ലെയർ വിമാനത്താവളത്തിലേക്ക് യാത്രയ്ക്കിടെയാണ് തകർന്നത്. സൗദി തലസ്ഥാനമായ റിയാദിലെ ഭൂമി വിലയിലും കെട്ടിട വാടകയിലും നിലനിൽക്കുന്ന വലിയ വില വർധനവിന് തടയിടാൻ പുതിയ നിയമ പരിഷ്കാരങ്ങളുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. റിയാദിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയെ സുസ്ഥിരമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ പരിഷ്കാരങ്ങൾ. റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റിയും കൗൺസിൽ ഓഫ് ഇക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് അഫയേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൗദി കിരീടാവകാശിയുടെ നടപടി. വിലക്കയറ്റം തടയുന്നതിന്റെ ഭാഗമായി വടക്കൻ റിയാദിലെ 2 സുപ്രധാന മേഖലകളിൽ ഭൂമി ഇടപാടുകൾക്കും കെട്ടിട നിർമ്മാണങ്ങൾക്കുമുള്ള നിയന്ത്രണങ്ങൾ നീക്കാൻ കിരീടാവകാശി നിർദ്ദേശം നൽകി. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് മികച്ച തൊഴിൽ മേഖല കണ്ടെത്താനും ജോലി എളുപ്പത്തിൽ മാറ്റാനും സഹായിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഈ വർഷം ബഹ്റൈൻ സർക്കാർ ആരംഭിക്കാൻ പോകുന്നു. സ്വകാര്യ മേഖലയിലെ വ്യക്തികൾക്കുള്ള തൊഴിൽ അപേക്ഷാ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. തൊഴിൽ വിപണി നാവിഗേറ്റ് ചെയ്യുന്നത് എളുപ്പമാക്കിക്കൊണ്ട് തൊഴിൽ പുരോഗതി ഓപ്ഷനുകൾ, തൊഴിൽ പരിവർത്തനങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള ഒരു ഉറവിടമായി ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കും. UAE-യിൽ ഏപ്രിൽ മാസത്തിലേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിച്ചു. UAE ഇന്ധനവില നിർണയ സമിതിയാണ് പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ചത്. പുതിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 2.57 ദിർഹമാണ് പുതിയ വില. മാർച്ചിൽ 2.73 ദിർഹമായിരുന്നു. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 2.46 ദിർഹമാണ് ഏപ്രിൽ മാസത്തിലെ നിരക്ക്. മാർച്ച് മാസത്തിൽ 2.61 ദിർഹമായിരുന്നു. മഴയും ആലിപ്പഴ വർഷവും കൊടുങ്കാറ്റും നിറഞ്ഞു നിന്ന് അപൂർവ ശൈത്യകാലാനുഭവത്തിന് സൗദി തെക്കൻ പ്രവിശ്യയായ അസീർ സാക്ഷിയായി. ദിവസങ്ങൾക്ക് മുമ്പ് മേഖലയിൽ കൊടുങ്കാറ്റ് വീശിയടിക്കുകയും കനത്ത മഴയും വലിയ ആലിപ്പഴ വർഷവും ഉണ്ടാവുകയും ചെയ്തു. ഇത് അസീർ പ്രദേശവാസികൾക്കും സന്ദർശകർക്കും അപൂർവമായ ഒരു അനുഭവമുണ്ടാക്കി. ഒരിടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ത്രിഭാഷാ നയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇടുങ്ങിയ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആരോപിച്ചു. ത്രിഭാഷാ നയത്തിനെതിരായ ചെറുത്തുനിൽപ്പ് തമിഴ്നാട്ടിലെ ജനങ്ങളെ ഹിന്ദി തൊഴിലവസരങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ വോട്ട് ബാങ്ക് അപകടത്തിലാണെന്ന് തോന്നിയതിനാൽ പ്രദേശത്തിന്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ ഭിന്നത സൃഷ്ടിക്കാൻ സ്റ്റാലിൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ഉന്നയിച്ചു. ഇന്നു മുതൽ ബംഗളൂരുവിൽ നിരവധി ടോൾ പ്ലാസകളിൽ പരിഷ്കരിച്ച ടോൾ നിരക്കുകൾ നിലവിൽ വരും. NH7-ലെ ദളഹള്ളി ഹാലിക്കുണ്ടെ, NH 648-ലെ നല്ലൂരി ദേവനഹള്ളി എന്നിവയുൾപ്പെടെയുള്ള റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നവർ കൂടുതൽ തുക ടോളിനായി മാറ്റിവെക്കേണ്ടി വരും. മതപരമായ പ്രാധാന്യമുള്ള 19 സ്ഥലങ്ങളിൽ ഏപ്രിൽ 1 മുതൽ മദ്യവിൽപ്പനയ്ക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി മധ്യപ്രദേശ് സർക്കാർ. മഹാകാലേശ്വർ ക്ഷേത്ര നഗരമായ ഉജ്ജയിൻ, അമർകാന്തക്, ഓംകാരേശ്വർ തുടങ്ങിയ പ്രശസ്ത സ്ഥലങ്ങൾ ഈ നിരോധനത്തിന് വിധേയമാണ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ എക്സൈസ് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. ജമ്മു കാശ്മീരിലെ കത്വയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കഴിഞ്ഞ ദിവസം രാത്രി സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ സേന 3 ഭീകരരെ വളഞ്ഞതായാണ് സൂചന. കഴിഞ്ഞ 9 ദിവസത്തിനിടെ കത്വയിൽ നടക്കുന്ന 3ാമത്തെ ഏറ്റുമുട്ടലാണിത്. കത്വ ജില്ലയിലെ രാംകോട്ട് പ്രദേശത്താണ് ഭീകരരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ചു.
19 കിലോഗ്രാം വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയാണ് എണ്ണ വിപണന കമ്പനികൾ കുറച്ചത്. 42.50 രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത്. ഡൽഹിയിൽ പുതുക്കിയ ചില്ലറ വിൽപ്പന വില ഇപ്പോൾ 1762 രൂപയാണ്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടെ LPGയെ ആശ്രയിക്കുന്ന ബിസിനസ്സുകൾക്ക് വിലയിലെ മാറ്റം ആശ്വാസമാകും. കൊച്ചിയിലെ വില 1769.50 രൂപയാണ്. ഇനി കേരള ഹൈലൈറ്റ്സ്. ഊട്ടി കൊടൈക്കനാലിലേക്ക് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് ഇന്നു മുതൽ നിയന്ത്രണം പ്രാബല്യത്തിൽ വരും. ദിവസവും അപേക്ഷിക്കുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് പരിമിതമായ എണ്ണം പാസുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഊട്ടി കൊടൈക്കനാൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് epass.tnge.org എന്ന വിലാസത്തിൽ അപേക്ഷിക്കാം. പ്രാദേശിക വാഹനങ്ങൾക്ക് പുറമെ പ്രതിദിനം 4000 വാഹനങ്ങൾക്ക് മാത്രമേ കൊടൈക്കനാലിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. വാരാന്ത്യങ്ങളിൽ 6000 വാഹനങ്ങൾ അനുവദിക്കും. വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ കേരളത്തിലെ എംപിമാരോട് കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിലിനും നിരവധി ക്രിസ്ത്യൻ സംഘടനകളും അഭ്യർത്ഥിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് ആർക്കൊപ്പമാണെന്ന് ജനങ്ങൾക്കറിയണം. മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്ന നിലപാടെടുക്കുമോ അതോ ബില്ലിനെ എതിർത്തുകൊണ്ട് പ്രീണന രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുമോ എന്നവർ വ്യക്തമാക്കണം. തങ്ങളുടെ ഭൂമിയിൽ നടക്കുന്ന വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പത്തെ നൂറുകണക്കിന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നിരവധി മാസങ്ങളായി പ്രക്ഷോഭത്തിലാണ്. അതിനാൽ കേരളത്തിലെ എംപിമാർ ക്രൈസ്തവ സമൂഹത്തിന്റെ അഭ്യർത്ഥന പരിഗണിക്കുമെന്നും ഈ കുടുംബങ്ങളെ സഹായിക്കാനുള്ള കടമ നിർവഹിക്കുമെന്നും BJP പ്രതീക്ഷിക്കുന്നതായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ കേരളത്തിലെ എംപിമാരെ മതമൗലികവാദികളായി കണക്കാക്കുമെന്ന് ദീപിക മുഖപ്രസംഗം. ബില്ലിനെ കുറിച്ച് CPM-നും കോൺഗ്രസിനും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 110.53 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.49 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 92.47 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ച് സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയതിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് നായകൻ റിയാൻ പരാഗിന് തിരിച്ചടി. ചെന്നൈക്കെതിരായ മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ റിയാസ് പരാഗിന് 12 ലക്ഷം രൂപ പിഴ ശിക്ഷ വിധിച്ചു. സീസണിൽ ആദ്യമായാണ് കുറഞ്ഞ ഓവർ നിരക്കിന് ശിക്ഷിക്കപ്പെടുന്നത് എന്നതിനാലാണ് ഏറ്റവും കുറഞ്ഞ പിഴയായ 12 ലക്ഷം രൂപ അടയ്ക്കാൻ ശിക്ഷിക്കുന്നതെന്ന് IPL വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താരിഫ് യുദ്ധം മൂർച്ഛിക്കുന്നു. 2 ദിവസത്തിനകം വിമോചന ദിനത്തിൽ അമേരിക്ക എന്താണെന്ന് കാട്ടിത്തരാമെന്ന് വെല്ലുവിളിയുമായി ഡൊണാൾഡ് ട്രംപ്. മ്യാൻമാറിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 10,000 കവിഞ്ഞതായി അനൗദ്യോഗിക കണക്കുകൾ. മരണനിരക്ക് ഇനിയും ഉയരും. പ്രധാന വ്യാപാര പങ്കാളികൾക്ക് ഡൊണാൾഡ് ട്രംപ് വലിയ ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ പടിഞ്ഞാറൻ യൂറോപ്പിലെ ജനങ്ങൾ ഭൂരിഭാഗവും US-നെതിരെ പ്രതികാര താരിഫുകളെ പിന്തുണയ്ക്കുമെന്ന് സർവേ. തെക്കൻ ഗാസയിൽ ഒരു ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരനുൾപ്പെടെ 15 പാലസ്തീൻ പാരാമെഡിക്കലുകളെയും രക്ഷാപ്രവർത്തകരെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി കൂട്ടക്കുഴിമാടത്തിൽ അടക്കം ചെയ്തതായി UN റിപ്പോർട്ട്. രാജ്യാന്തര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട 17 പേരെ ഗ്വാണ്ടാനാബേയിലെ ഇമിഗ്രേഷൻ തടങ്കലിൽ നിന്ന് എൽ സാൽവഡോറിലേക്ക് നാടുകടത്തി US ഭരണകൂടം. US വിട്ട് മെക്സിക്കോയിലേക്ക് മാറുകയാണെന്ന് വെളിപ്പെടുത്തി US ഗായിക ബ്രിട്നി സ്പിയേഴ്സ്. സൗദി തലസ്ഥാനമായ റിയാദിലെ ഭൂമി വിലയിലും കെട്ടിട വാടകയിലും നിലനിൽക്കുന്ന വലിയ വില വർധനവിന് തടയിടാൻ പുതിയ നിയമ പരിഷ്കരണങ്ങളുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് മികച്ച തൊഴിൽ മേഖല കണ്ടെത്താനും ജോലി എളുപ്പത്തിൽ മാറ്റാനും സഹായിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിക്കാനൊരുങ്ങി ബഹ്റൈൻ സർക്കാർ. ത്രിഭാഷാ നയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇടുങ്ങിയ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആരോപണവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ബംഗളൂരുവിലെ നിരവധി ടോൾ പ്ലാസകളിൽ പരിഷ്കരിച്ച ടോൾ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ കേരളത്തിലെ എംപിമാരെ മതമൗലികവാദികളായി കണക്കാക്കുമെന്ന് ദീപിക മുഖപ്രസംഗം. ബില്ലിനെക്കുറിച്ച് CPM-നും കോൺഗ്രസിനും ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ലെന്ന് മുഖപ്രസംഗം. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.
ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.